നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ലോകത്ത് ഇന്ത്യയുടെ പ്രാധാന്യമെന്ന് ഈ ഒരു അഭിമുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നത് 2025 നമ്മൾ മെയ് മാസത്തിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തെക്കുറിച്ചാണ്. ആ ഒരു അഭിമുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം അതാണ് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ടാർഗറ്റിനെ ആക്രമിക്കാൻ പദ്ധതി ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ചു. കാരണം അവിടെയുള്ളവർ നമാസ് അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യം അവരെ ആക്രമിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കിയിരുന്നു. കാരണം എല്ലാവർക്കും ദൈവം ഒന്നാണ്. സബ്കാ മാലിക് ഏക് ഹേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു വാചകത്തിലുണ്ട് എന്താണ് ഈ പുരാതനമായ ഇന്ത്യൻ സിവിലൈസേഷൻ എന്നുള്ളത്. ആ ഒരൊറ്റ വാചകത്തിലുണ്ട് സബ്കാ മാലിക് ഏക് ഹേ. ഈ ഒരു തത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമാസ് ചെയ്യുന്ന സമയത്ത് ആക്രമണം നടത്താതെ ഇന്ത്യ വെയിറ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് രണ്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഒന്ന്, നമ്മൾ തീവ്രവാദികളെ ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭീകരവാദികളെ ആക്രമിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത്തരം പരിഗണനകൾ നമ്മുടെ സൈനിക നീക്കത്തിൽ തിരിച്ചടിയാകില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ സൈനിക നീക്കം വളരെ കൃത്യമായിരുന്നു. ഇന്ത്യ നമ്മുടെ ടാർഗറ്റ് കൃത്യമായി തന്നെ തകർത്തു. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നേടി. ഭീകരവാദികളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. പക്ഷെ അപ്പോഴും ഇന്ത്യ അവിടെ എടുത്തൊരു നിലപാടെന്ന് പറയുന്നത്, അവിടെയാണ് നമ്മുടെ ആർമി ചീഫ് പറയുന്നത് സബ്കാ മാലിക് ഏക് ഹേ, എല്ലാവരുടെയും ദൈവം ഒന്നാണ്. അപ്പോ അവര് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം, നമ്മള് യുദ്ധതന്ത്രത്തിന്റെ രീതിയിൽ നോക്കിയാൽ ബെസ്റ്റ് ടൈം, എനിമി എല്ലാം ഒറ്റ സമയത്ത് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിരായുധരായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്രമിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. പുരാതന കാലം തൊട്ട് ഇന്ത്യയിൽ ചില യുദ്ധ നിയമങ്ങൾ ഉണ്ടായിരുന്നു. നിരായുധരെ ആക്രമിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ഒരേ ലെവലിലുള്ള ആയുധങ്ങൾ വെച്ചാണ് പരസ്പരം യുദ്ധങ്ങൾ ചെയ്തിരുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പുരാണങ്ങളിൽ തന്നെ പലപ്പോഴും ഇതില് ലംഘനം ഉണ്ടായിട്ടുണ്ട്. ഇത് അതേപടി എല്ലായ്പ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും അത്തരം യുദ്ധനീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിശാല സംസ്കാരമായിരുന്നു ഇന്ത്യ എന്ന് നമുക്ക് ചരിത്രവും പുരാണങ്ങളും ഒക്കെ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, അവരെത്ര ദുഷ്ടന്മാരെന്ന് പറഞ്ഞാലും ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ മര്യാദയല്ല, അല്ലെങ്കിൽ അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇന്ത്യ വെയിറ്റ് ചെയ്തത്. നമാസിന് ശേഷമാണ് ഇന്ത്യയുടെ ആക്രമണം നടന്നത്. സബ്കാ മാലിക് ഏക് ഹേ എന്ന നമ്മുടെ ആർമി ചീഫിന്റെ വാചകം ഇന്ന് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നിനെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയും. ഏത് തരം മതവിശ്വാസങ്ങളെയും ഏത് തരം ദൈവവിശ്വാസങ്ങളെയും ഈ ഒരു സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. ഇറാനിൽ രൂപം കൊണ്ട പാഴ്സി മതം ഇന്ന് ഏറ്റവും കൂടുതൽ സേഫായിട്ട് നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എല്ലാത്തരം വിശ്വാസങ്ങളെയും ഇന്ത്യൻ കൾച്ചറിന് ഉൾക്കൊള്ളാൻ പറ്റും. ഇവിടുത്തെ ഒരു ഫിലോസഫി തന്നെ, ദൈവത്തിനെ ഏത് രൂപത്തിൽ ആരാധിച്ചാലും അത് ആത്യന്തികമായിട്ട് എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തെയാണ്. അപ്പോൾ പ്രത്യേകമായ അങ്ങനെ ലിഖിത നിയമങ്ങളില്ല, ഇങ്ങനെ ആരാധിക്കാവൂ എന്നില്ല, ഇങ്ങനെ വിശ്വാസം പാടുള്ളൂ എന്നില്ല. ഏത് രൂപത്തിൽ എന്തിനെ ആരാധിച്ചാലും, അതിപ്പോൾ പ്രപഞ്ചത്തിലെ മുകളിൽ ആകാശത്തോട്ട് നോക്കി ആരാധിച്ചാലും, രൂപമില്ലാത്ത ദൈവത്തെ ആരാധിച്ചാലും, ഏതെങ്കിലും ഒരു രൂപത്തെ നോക്കി ആരാധിച്ചാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിനെ നോക്കി ആരാധിച്ചാലും, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ നോക്കി ആരാധിച്ചാലും, അല്ലെങ്കിൽ ഏത് തരം വിശ്വാസമായിക്കോട്ടെ, പ്രകൃതി ശക്തികളായിക്കോട്ടെ, എന്തിനെയൊക്കെ ആരാധിച്ചാലും ആത്യന്തികമായി ആ ആരാധിക്കുന്നത് ദൈവത്തെയാണ് എന്ന് പറയുന്നൊരു വിശാലമായ കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വസുധൈവ കുടുംബകം പോലുള്ള ഒരു കോൺസെപ്റ്റ് ലോകത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ കഴിയുന്നത്. ശരിക്കും നമുക്കറിയാവുന്ന ഏകദൈവ വിശ്വാസം, ഇസ്ലാം ഏകദൈവ വിശ്വാസമാണ്. ജൂതമതം ഒരു പരിധിവരെ ഏകദൈവ വിശ്വാസമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഏകദൈവ വിശ്വാസം, ഇപ്പോഴും ഉണ്ട്. ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. സോ അത് ഇന്ത്യയുടെ വിശാലമായ ഒരു സംസ്കാരമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയും. ഒന്നിനെയും പുറത്തേക്ക് വിടില്ല. എന്തിനേയും ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ ഇന്ത്യയിലെ പുരാതന കാലത്തെ യൂണിവേഴ്സിറ്റികളിൽ, അമ്പലങ്ങളോടൊക്കെ ചേർന്ന് നിലനിന്നിരുന്ന വിദ്യാലയങ്ങളിൽ ചാർവാക മതം പഠിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, അതായത് നിരീശ്വരവാദം പഠിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, അത്രമാത്രം വിശാലമായ ഒരു കാലഘട്ടം ഇന്ത്യക്കുണ്ടായിരുന്നു.
എന്തായാലും ഇന്ത്യ എന്താണെന്നും പാകിസ്ഥാൻ എന്താണെന്നും ലോകം കാണുകയാണ്. പാകിസ്ഥാനിൽ പോലും നടക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ അവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചിരിക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും കൊല്ലപ്പെടുന്നത്. അതിൽ തീവ്രവാദികൾ ഉണ്ടാവാം, സാധാരണക്കാരായ മനുഷ്യരുണ്ടാവാം, നല്ലവരായ മനുഷ്യരുണ്ടാവാം, ആരുമാകാം. പക്ഷെ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരത്തിൽ പള്ളികളിലാണ്. പാകിസ്ഥാനിലൊക്കെ പലപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട്, കശ്മീരിലേക്ക് വന്നിട്ട് മനുഷ്യന്റെ ജാതിയും മതവും നോക്കിയിട്ട് തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ പോലും ഇന്ത്യ തിരിച്ചവരെ ആക്രമിച്ച സമയത്ത് അവിടെയും നമ്മൾ അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ അതിനുള്ള അവസരം നൽകിയിട്ട് തന്നെയാണ് ഇന്ത്യ അത് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി അത് ചെയ്തതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ മഹത്വം കൂടിയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക്, ഇന്ത്യൻ കൾച്ചറിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു മതത്തെയും തള്ളി പറയാൻ പറ്റില്ല. ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഒരു ദൈവത്തെയും നിഷേധിക്കാൻ പറ്റില്ല. ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും, ജൂതമതമാണെങ്കിലും, ഇസ്ലാം ആണെങ്കിലും, ഹിന്ദു മതമാണെങ്കിലും, ബുദ്ധിസം ആണെങ്കിലും, ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒരു ഇന്ത്യൻ കൾച്ചറിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഇതിനെ ഒന്നും നിഷേധിക്കാനോ തള്ളിപ്പറയാനോ കഴിയില്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനേ കഴിയൂ. കാരണം ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ വിശ്വാസം, സംസ്കാരം ഒക്കെ പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ആര് പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ എല്ലാവരും വിളിക്കുന്നത് ഈശ്വരനെയാണ്, ദൈവത്തിനെയാണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും സബ്കാ മാലിക് ഏക് ഹേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ദൈവം ഒന്ന് തന്നെയാണെന്നാണ്. ഏത് രൂപത്തിൽ വേണോ നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാതെയും ഇരിക്കാം. നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട്, നിങ്ങളുടെ കർമ്മം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈശ്വരനെ ആരാധിക്കണമെന്ന് പോലുമില്ല. അങ്ങനെയൊക്കെ വളരെ സവിശേഷമായ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കാണ്. ബട്ട് ഉള്ള ദൈവത്തെക്കുറിച്ചാണെങ്കിൽ എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് വൈദേശിക മതങ്ങൾ ഇന്ത്യയിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ എത്തിയത്. അവർക്ക് ആയുധം വേണ്ടി വന്നില്ല. പിൽക്കാലത്ത് മതത്തെ പല ഭരണാധികാരികളും രാജ്യത്തെ ഭരിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാ മതത്തെയും ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈന്ദവ മതത്തെയും ഭരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അശോകൻ ബുദ്ധിസത്തെ ഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പല ഇസ്ലാമിക റൂളേഴ്സും മതത്തിനെ അവരുടെ ഭരണം നിലനിർത്താനും ഈശ്വര ഭയം ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനും അവരും ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്ത്യയിലേക്ക് ഒരു മതം ആദ്യമായി കടന്നു വന്നത് വാളുകൊണ്ടോ അല്ലെങ്കിൽ തോക്ക് കാണിച്ചിട്ടോ അല്ല. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്. ആ സമുദ്രത്തിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വന്ന അനേകം നദികളിൽ പലതും മാത്രമാണ് ഇവിടെയുള്ള പല ദൈവങ്ങളും പല വിശ്വാസങ്ങളും എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ പഹൽഗാം ഇൻസിഡന്റിന് തൊട്ട് മുന്നേ ആയിട്ട് അസിം മുനീർ നടത്തിയ ഒരു പ്രസംഗം ഈ വിഭജന കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനിലെ ആൾക്കാരുമായിട്ട് നമ്മുടെ മതം ഒന്നിച്ചു പോവില്ല, അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പൊരുതി നമ്മുടെ ഈ രാജ്യം ഉണ്ടാക്കിയത്, രണ്ട് നേഷൻ തിയറിയുടെ കാരണം, അതിന്റെ ചരിത്രം നമ്മളെ കുട്ടികളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയമായിട്ടുള്ള ഒരു വലിയ പ്രസംഗമാണ് അന്ന് അദ്ദേഹം നടത്തിയത്. ശരിക്കും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി, കോ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചൊരു സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം. എത്രയോ ദൈവങ്ങൾ, പലതും പല കാലത്ത് പല മതങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം. പലതും പല മതങ്ങളായിരുന്നു. ശാക്തേയ മതമെന്നും അല്ലെങ്കിൽ ശൈവ മതമെന്നും വൈഷ്ണവമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് മതശാഖകൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ഒരു കാഴ്ചപ്പാടാണ്, സബ്കാ മാലിക് ഏക് ഹേ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഹിന്ദുയിസത്തിനും ഒക്കെ കോ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയണം. അത് എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാത്ത പക്ഷം പാകിസ്ഥാനിൽ അസിം മുനീർ പറഞ്ഞ പോലെ വർഗീയമായി പറയേണ്ടി വരും. അവിടെയാണ് അസിം മുനീർ വർഗീയത പറഞ്ഞപ്പോ ഇന്ത്യയുടെ ആർമി ചീഫ് പറഞ്ഞത് എന്താണ്? അവരുടെ നമാസിന്റെ സമയത്ത് ഞങ്ങൾ അവരെ ആക്രമിച്ചില്ല, കാരണം എല്ലാവരുടെയും ദൈവം ഒന്നാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. അവിടെയാണ് വ്യത്യാസം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.